ഹായ് ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ്. പച്ചരി വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. ടേസ്റ്റ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിനുള്ളത്. കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങളൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു പലഹാരമാണ് ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ. ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അളവിലാണ് പച്ചരി എടുത്തിട്ടുള്ളത്. പച്ചരി കൊണ്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. ഇനി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പച്ചരി നമുക്ക് കുതിർന്ന് കിട്ടണം. മാക്സിമം ഒരു 3 മണിക്കൂർ ടൈമാണെങ്കിലും ഇതിനൊന്ന് കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ തലേദിവസം രാത്രി, അതായത് ഓവർനൈറ്റാണ് ഞാനിപ്പോൾ ഇത് കുതിർത്തെടുക്കുന്നത്. ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. നിങ്ങൾക്ക് രാത്രിയാണോ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ മാക്സിമം എന്തായാലും ഒരു 3 മണിക്കൂർ ടൈമാണെങ്കിലും നമ്മൾ ഈ ഒരു പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒന്ന് നോക്കുമ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുതിർന്ന് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു പച്ചരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബാച്ചായിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിനൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള പച്ചരി ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 2 ബാച്ചായിട്ട് അരക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കാരണം മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് അളവിലാണല്ലോ പച്ചരി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഒരു തവണ എന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കോഴിമുട്ടയാണ്. ഒരു കോഴിമുട്ട ഞാനിപ്പോൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം 2 കപ്പ് പച്ചരിക്ക് ഒരു കോഴിമുട്ടയാണ് എടുക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉടച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരി എടുത്തിട്ടുള്ള അതേ മെഷർമെൻറ്റ് കപ്പിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1.25 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഇതിന് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരിതരിപ്പില്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള അരപ്പിപ്പോൾ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് വീണ്ടും ഒരു 1/2 കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മെഷർമെൻറ്റ് കപ്പിൽ 2.25 കപ്പ് അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതേ രീതിയിലുള്ള പലഹാരങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിനൊരു ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു മാവിൻ്റെ അഴവൊക്കെ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു അഴവിലായിരിക്കണം നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ദോശ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇരുമ്പിൻ്റെ ഒരു തവയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള തവ തന്നെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള തവയിൽ തന്നെ ഈ ഒരു പലഹാരം ചുട്ടെടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഈ ഒരു തവ നന്നായി ചൂടാതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് തടവി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനിത് അടപ്പൊന്ന് നീക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടൊരു നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ഉള്ളത്. ഇനി ഇതിനൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. വീണ്ടും അതേ രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള മാവ് കൊണ്ട് മുഴുവനായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിലുള്ള പലഹാരങ്ങൾ നിങ്ങളും ചുട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ദോശ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റാണ്, നല്ലൊരു കളറും ഉണ്ട്. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു വൈറ്റ് കളറുണ്ട്. നമ്മളിതിലേക്ക് പൊട്ടാറ്റോ മുട്ടയോ ഒന്നും ചേർത്തെന്ന് വെച്ചിട്ട്
വെച്ചിട്ട് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോയിട്ടൊന്നുമില്ല. അപ്പം നോക്കിയാട്ട് ഇതിന് എന്താ സോഫ്റ്റ് എന്നുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള പലഹാരം പച്ചരിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ്. നല്ല സോഫ്റ്റോട് കൂടിയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. കറിയില്ലാതെ നമുക്ക് ഈ ഒരു പലഹാരങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.